വിദ്വേഷ പരാമർശ കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ച കോടതി. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പി.സി. ജോർജ്. ജക്സൺ ആന്റണിയുടെ കഥയെ ആസ്പദമാക്കി അജീഷ് പി. തോമസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രമാണ് മച്ചാന്റെ മാലാഖ. കെ.എസ്.ആർ.ടി.സിയിൽ കണ്ടക്ടറായ സജീവൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ചിത്രമാണിത്. ഒരു ജീവിത പങ്കാളിയെ തിരയുന്ന സജീവൻ തന്റെ ബസ്സിൽ പതിവായി യാത്ര ചെയ്തിരുന്ന ബിജിമോൾ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. പിന്നീട് സജീവന്റെയും ബിജിമോളുടെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങളുടെ പരമ്പരയാണ് മച്ചാന്റെ മാലാഖയിൽ നിങ്ങൾ കാണുന്നത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷമായ 273 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ തീരുമാനം. വന്യജീവി ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിഴിഞ്ഞം തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങി 3 മാസമായിട്ടും രാജ്യാന്തര യാത്രക്കാരെ കടത്താനും ചരക്ക് നീക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് അംഗീകാരമായില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റിന് പുറമെ വരുമാനം കണ്ടെത്തണമെങ്കിൽ ICP പദവി നിർബന്ധമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് കേരളത്തിലോ ഡൽഹിയിലോ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നതായി അറിയില്ലെന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും പറഞ്ഞു. UDF യോഗത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇരുവരുടെയും പ്രതികരണം. വെടിക്കെട്ട് നടക്കുമ്പോൾ ആനയ്ക്ക് കൂച്ചുവിലം കിട്ടില്ലെങ്കിൽ ഓടുമെന്നിരിക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞത് സംബന്ധിച്ച ഗുരുവായൂർ ദേവസ്വം വെറ്റിനറി ചർച്ചിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യം ചോദിച്ചത്.